ഇന്ന് ഒരു കമൻറ്റ് റിയാക്ഷനാണ്. നമ്മൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും ഈ സാമുദായിക പ്രാതിനിധ്യത്തെക്കുറിച്ചും ഓരോ സമുദായം വോട്ട് ചെയ്ത പാറ്റേണിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു നായർ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം അല്ലെങ്കിൽ അവരുടെ പാറ്റേൺ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വന്ന ഒരു കമൻറ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് അതിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇത് നമ്മൾ വായിക്കുന്നത് പലപ്പോഴായി നമ്മൾ കമൻറ്റിലൊക്കെ കാണുന്ന ഒരു സ്ഥിരം പാറ്റേണിലൊരു കമൻറ്റാണ്. അതിൻ്റെ കാരണങ്ങൾ അത് വിശദമായിട്ട് ആ പാറ്റേണുകൾക്ക് ഉൾപ്പെടുത്തിയൊരു comment ആണ്. അതെ അതെ എല്ലാ തരത്തിലുള്ള ചേരുവകളും കൂടിയൊരു കമൻ്റ് ആയതുകൊണ്ട് അതൊന്ന് വായിക്കാമെന്ന് വിചാരിച്ചു. നായന്മാർ കൂട്ടത്തോടെ BJP-യിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ സംഭവിച്ചിട്ടില്ല, പക്ഷേ താമസിയാതെ അങ്ങനെ സംഭവിക്കും. ഇതൊരു BJP-കാരനാണ് കമൻ്റ് ഇടുന്നത്, അതുകൊണ്ട് അങ്ങനെ പറയണം. കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന തലച്ചോറുള്ള വർഗ്ഗമാണത്. കാരണം ഒരു പ്രത്യേക വർഗ്ഗമാണ് നായർ സമുദായം. ഓക്കെ, ഏതാണ്ട് 1000 വർഷത്തോളം അല്ലെങ്കിൽ 2000 വർഷത്തോളം കേരള വ്യവസ്ഥിതിയുടെ മുകളിൽ കയറിയിരുന്നവരാണ് അവർ നായന്മാര്. അപ്പൊ അതിന് താഴെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. താഴെ മുകളിൽ ഇങ്ങനെ കയറിയിരിക്കുകയാണ് അല്ലെങ്കിൽ നേതൃത്വം നൽകാണ്. എപ്പോഴും കേരളം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു എന്താ പറയാ സ്പെക്ട്രമാണ്, ഹയറാർക്കി ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും മുകളിലവരായിരുന്നു. മറ്റാരെക്കാളും കൂടുതൽ സാമൂഹികമായ വിഷയങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള തലച്ചോറുകൾ അവരുണ്ട്. പ്രത്യേകിച്ച് ഈ തലച്ചോറ് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായ തലച്ചോറ് അവരുണ്ട്. അവരാരും സംരക്ഷിക്കുന്നതല്ല, അവർ സ്വയം നേതാവാകുന്നതാണ്. ഓക്കെ, അവരെ ഒതുക്കാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ല. അതിനൊരു വോട്ട് ബാങ്ക് വിചാരിച്ചാലും നടക്കില്ല. ഏതുപോലെ ജൂതനെ ഒതുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ജൂതന്മാരെ നമുക്ക് ഒതുക്കാൻ പറ്റില്ലല്ലോ, അതുപോലെയാണ് ഈ പറഞ്ഞ സാധനം എന്ന് പറയുന്നത് പോലെയാണത്. കേരളത്തിൽ നായരെ ഒതുക്കാൻ കഴിയില്ല എന്നത് ജൂതനെ ഒതുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ഇവിടെ രാഷ്ട്രീയവും ഭരണവും ഒക്കെ എപ്പോഴും തീരുമാനിക്കുന്നത് മുകളിൽ ഈ ഒരു വർഗം ഉണ്ടായിരിക്കും, ഇനിയും ഉണ്ടാകും. പവർ. നായർക്ക് പ്രാതിനിധ്യം കിട്ടുന്നത് ആരുടെയും ഓശാരമല്ല, അവർ വൈഭവം കൊണ്ട് നേടിയെടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ താഴെ കമന്റ് ഇട്ടിരുന്നു, ഈ നായർ തലച്ചോറുകളുടെ FMRI സ്കാനിങ് കിട്ടുമോ? ഇതുവരെ ഒരു പഠനം ശ്രദ്ധിച്ചില്ല. മെഡിക്കൽ രംഗത്തിന്റെ വീഴ്ചയാണ്. നിങ്ങൾ എന്തിനാ കേരളത്തിൽ ഇത്ര മെഡിക്കൽ കോളേജ് വെച്ചിട്ടുള്ളത്? ഇത്രയും വലിയൊരു സമുദായം ഇവിടെ ഉണ്ടാകുമ്പോൾ അതും അങ്ങനെ ഒരു തലച്ചോറ് കൊണ്ട് 2000 കൊല്ലം 2000 കൊല്ലം ഒരു തലച്ചോറ് പ്രിസർവ്ഡ് ആകുക. അങ്ങനെ തലച്ചോറ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് കേരളത്തിന് മൊത്തം ഭരിക്കുക, ആർക്കും തകർക്കാൻ പറ്റാത്ത ഇതൊരു പ്രത്യേക സൊസൈറ്റി ആയിട്ട് മാറാൻ പറ്റുന്ന തലച്ചോറുണ്ടെങ്കിൽ വെച്ചാല് നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒക്കെ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ജീൻ എഡിറ്റിംഗ് ഒക്കെ പറ്റുന്ന ഒരു സമയമാണ്. അപ്പൊ ഇങ്ങനെ ഒരു തലച്ചോറ്, പ്രത്യേക വർഗത്തിന്റെ തലച്ചോറൊക്കെ ചിലപ്പോൾ ഹോമോസാപ്പിയൻസ് നായറിസം ഞാൻ മനസ്സിലാക്കുന്ന ചിലപ്പോ ഈ ബ്രിട്ടീഷുകാരോട് പോയപ്പോ ഈ തലച്ചോറ് എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? യൂറോപ്പ് എന്തുകൊണ്ട് മുന്നിലേക്ക് പോയി വെച്ചാൽ നായർ തലച്ചോറുകൾ കൊണ്ടുപോയിട്ടുണ്ടാവും. അതാണ്. അതേപോലെ തന്നെ ഈ സ്പീഷീസിന്റെ പേരിലും ചിലപ്പോൾ വ്യത്യാസം, ഹോമോസേപ്പിയൻസിന് പകരം ഹോമോ നായർസ് അങ്ങനെ എന്തൊക്കെ ഉണ്ടാവും. അപ്പൊ ഏതായാലും അങ്ങനെ എന്തൊരു വർഗ്ഗമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആക്കല്ല. ഇത് ഞാൻ പ്രത്യേകം പറയുന്നത് നായർ സമുദായത്തെ ആക്ഷേപിക്കാനല്ല, ഇങ്ങനെയുള്ള കമന്റിനുള്ള പിന്നെ സ്വാഭാവികമായിട്ടുള്ള റിയാക്ഷൻ. ഇപ്പോൾ ഒരാളിപ്പോ ഇങ്ങനെ പറയണം മുസ്ലിങ്ങൾ ഇങ്ങനൊരു വർഗ്ഗമാണ്, അവരുടെ പ്രത്യേക തലച്ചോറാണ് എന്ന് പറഞ്ഞാൽ അതിനെ സ്വാഭാവികമായിട്ടും ഇതേപോലെ നമ്മൾ ട്രോൾ അല്ലെങ്കിൽ വേറെ ആൾക്കാരും ട്രോൾ സ്വാഭാവികമാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇവിടെ ഇതിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ബയോളജിക്കലി ഇങ്ങനെ ഒരു വ്യത്യാസം, അതാണ് ഞാൻ FMRI സ്കാനിങ് കിട്ടും ചോദിച്ചത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, മനുഷ്യന്മാരുടെ എല്ലാവരെയും തലച്ചോറ് ഏകദേശം ഒരേപോലെയാണ് എന്നുള്ളത് നമുക്കറിയുന്നൊരു കാര്യമാണ്. നായർ വർഗ്ഗം എന്ന് പറഞ്ഞിട്ടൊരു വർഗ്ഗം അല്ലെങ്കിൽ അവർ അത്ര ഒരു സ്പീഷീസ്, അവർക്ക് പ്രത്യേക തലച്ചോറൊന്നും ഇല്ല എന്നുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ ഈ കമൻറ്റിലുള്ള 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നായർ സമുദായം കേരള സമൂഹത്തിൻ്റെ ഏറ്റവും മുകളിലാണ്, അവരാണ് അധികാരം തീരുമാനിക്കുന്നത്, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ അതർ സൈഡിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ആദ്യം ഇതൊരു അക്നോളജ്മെന്റ് ആണ്. ഓക്കെ, നായർ സമുദായമാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, എല്ലാ അധികാര കേന്ദ്രങ്ങളിലും ഉള്ളത് എന്നുള്ളത്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ഒരുപാട് വർഷം 2000 വർഷത്തോളമായി തുടർന്നു പോരുന്നു. ഇപ്പോഴും അത് അങ്ങനെ തന്നെ ഉണ്ട്. ഇത് ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ സംഘപരിവാർ, ഈ കമന്റ് ഇട്ട BJP-ക്കാരടക്കം ഇവിടെ പ്രധാനമായും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന എന്തിന്റെ പേരിലാണ്? ഇവിടെയുള്ള മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ അനർഹമായി ഈ പറഞ്ഞ പിന്നെ അധികാരവും അല്ലെങ്കിൽ സ്ഥാനങ്ങളൊക്കെ നേടിപ്പോകുന്നു എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഇവർ ഈ പറഞ്ഞ പുകിൽ മൊത്തം ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവർ തന്നെ പറയണത് നായർ സമുദായമാണ് ഇവിടെയുള്ള എല്ലാ കുഞ്ചിക സ്ഥാനങ്ങളിൽ ഉള്ളത് എന്ന് അവർ തന്നെ പറയാൻ. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ചർച്ചകൾ എടുക്കുക, അല്ലെങ്കിൽ ഇനി മന്ത്രിസഭാ ചർച്ചകൾ എടുക്കുക, അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് നായർ ആധിപത്യമായിരിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഇപ്പോൾ കേരളത്തിന്റെ വെറുതെ ഒന്ന് നിങ്ങൾ ലിസ്റ്റ് എടുത്തിട്ട് പരിശോധിക്കുക. ഇപ്പം ഈ ഓരോ കാസ്റ്റുകൾ എടുക്കുക, ഹിന്ദു എന്നൊരു കമ്മ്യൂണിറ്റി മുഴുവൻ എടുക്കാതെ ഓരോ കാസ്റ്റുകൾ എടുക്കുക, പിന്നെ ക്രൈസ്തവർ അതേപോലെ തന്നെ മുസ്ലിങ്ങൾ ഒന്ന് എടുത്തിട്ട് ഒന്ന് പരിശോധിക്കുക. അവിടെ നമുക്ക് സ്പെഷ്യൽ പ്രിവിലേജ് കാണാൻ കഴിയുന്ന 2-3 വിഭാഗങ്ങൾ ഉണ്ടാവും. അതിൽ ഏറ്റവും മുന്നിൽ തന്നെ ഈ വിഭാഗം ഉണ്ടാവും. യെസ്. അപ്പോൾ അവിടെ
മറ്റേത് വെറുതെ ഒരു വെറുപ്പുൽപ്പാദിപ്പിക്കാനോ അല്ലെങ്കിൽ അവരവൽക്കരിക്കാനോ ഉള്ളൊരു നറേറ്റീവ് മാത്രമാണ് എന്നുള്ളത് നമുക്ക് അതിൽ തന്നെ മനസ്സിലാവും. പ്രാതിനിധ്യം നായർ സമുദായത്തിന് തന്നെയാണ് കൂടുതൽ. അവർ തന്നെയാണ് കൂടുതൽ മന്ത്രിസഭയിലാകട്ടെ, MLA മാരാകട്ടെ, അല്ലെങ്കിൽ വേറെ ഏത് സ്ഥാനങ്ങളിലാകട്ടെ, ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരിലാകട്ടെ, ഈവൻ കാൻഡിഡേറ്റ് ലിസ്റ്റുകളിൽ പോലും അധിക ഉണ്ടാവാറുള്ളത്. അപ്പോൾ അത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമ്മൾ ആദ്യം അക്നോളജ് ചെയ്യുക. അത് ഇവിടെ സമ്മതിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ റീസണിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണ്? അത് ഈ പറഞ്ഞതുപോലെ തന്നെ അത് അവരുടെ തലച്ചോറിൻ്റെ വൈഭവം കൊണ്ടാണ്, ബുദ്ധി വൈഭവം കൊണ്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. അവിടെയാണ് നമുക്ക് കൃത്യമായി ഈ ഒരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് നായർ സമുദായം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ജൂതന്മാരുടെ വിഷയം, അതിലേക്ക് നമുക്ക് വരാം. എന്തുകൊണ്ടാണ് നായർ സമുദായം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാസ്റ്റുകൾ, അല്ലെങ്കിൽ അവർ എണ്ണത്തിൽ കുറവായിരിക്കും പക്ഷേ അവരായിരിക്കും എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ബയോളജിക്കലി പരിശോധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ സ്പീഷീസ് അല്ല, വേറെ വർഗ്ഗമല്ല, വേറെ തലച്ചോറുകൾ ഇവർക്കില്ല, മനുഷ്യന്മാർ തന്നെയാണ് ഇവരും. അതിന് അങ്ങനെ ഉണ്ടാവണമെങ്കിൽ തന്നെ ഇപ്പോൾ എന്താ പറയുക, ചില നാട്ടിൽ ജനിച്ച ആളുകളോ അല്ലെങ്കിൽ ചില ജീൻ അതിലാണ് അങ്ങനെ വ്യത്യാസം വരികയാണെങ്കിൽ വരിക. അല്ല, ഒരു നാട്ടിൽ ജനിച്ചതിൽ ചില കാസ്റ്റിൽ ചില പ്രത്യേക ഡിഫറൻസ് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ തെളിവ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ബെനിഫിറ്റ് ഉണ്ടെന്നുള്ളതിനൊരു നിലക്കും ഇത്തരം വാദങ്ങൾക്കപ്പുറം വേറൊന്നും കാണാനും കഴിയില്ല. മാത്രമല്ല, ഇപ്പോൾ നായർ സമുദായത്തെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പുണ്ടായി ഈ സംബന്ധം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ അതിലൊക്കെ നല്ല ഈ ക്രോസ് ബ്രീഡിങ് നന്നായി നടന്നിട്ടുണ്ട്. അതായത് ഒരു ശുദ്ധവാദത്തിന് ഒരു സാധ്യത അവിടെ ഇല്ല. ഇപ്പോൾ ശുദ്ധവാദത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ന നാട്ടിൽ ജനിച്ച ആളുകൾ അവർ തമ്മിൽ മാത്രം വിവാഹം കഴിക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു പറഞ്ഞ ഒരു ശുദ്ധതാവാദം. അതുകൊണ്ട് കാര്യം ഉണ്ടോ വെച്ചാൽ നമുക്ക് എവല്യൂഷനോ ആന്ത്രോപോളജി നോക്കുമ്പോൾ അതിൽ കാര്യമില്ലെന്ന് മനസ്സിലാക്കാൻ പറ്റുക. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നായർ സമുദായം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇത്തരത്തിൽ ക്രോസ് ബ്രീഡ് ചെയ്യപ്പെട്ട് ശുദ്ധതാവാദത്തിന് ഒരു നിലക്കും പറ്റാത്ത, ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ഒരിക്കലും പറ്റാത്ത സംബന്ധം എന്നുള്ള പ്രയോഗം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, അതെങ്ങനെയാണ് ഉണ്ടാവുമെന്ന് അറിയാലോ. അപ്പോൾ അത്രത്തോളം ക്രോസ് ബ്രീഡിങ് നടക്കുന്ന ഈവൻ ഡാഷ് നായർ എന്നൊക്കെ പറയപ്പെടുന്ന ആ ഒരു പ്രയോഗം പോലും വരാൻ കാരണമാകുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ ഒരു രീതിയിൽ ആണ് നായർ സമുദായത്തെ മുന്നോട്ട് വെക്കുന്നുള്ളതാണ്. അപ്പം അത്തരം ശുദ്ധതാവാദത്തിനോ അത്തരം ലെഗസിക്കോ ഒരിക്കലും ഒരു നിലക്കും സമുദായത്തിന് പറ്റില്ല. അപ്പം ബയോളജിക്കലി അല്ല ആ ഒരു ക്ലെയിമിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ എന്താണ്? അവിടെയാണ് നമ്മൾ ചരിത്രപരമായി പ്രത്യേകിച്ചും ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ശ്രേണീകൃതമായ വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. ജാതീയത കൊണ്ട് ഇവിടെ സംഭവിച്ചത്, അതായത് നൂറ്റാണ്ടുകളായി ഇവിടെ ഒരു ജാതി വ്യവസ്ഥയുണ്ട്. ആ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനം തന്നെ ചില തിയോളജികളിലേക്കാണ് പോകുന്നത്. ഒരു ദൈവത്തിൻ്റെ തലയിൽ നിന്ന് ചില ആളുകൾ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങനെ പറഞ്ഞ് ചില ആൾക്കാർ കാലിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നു, അവർ അധമരായ വർഗം, അതിലൊന്നും പെടാത്ത കുറേ ആൾക്കാർ, അങ്ങനെയുള്ള കുറേ ആളുകൾ. അങ്ങനെ ഈ ദൈവത്തിൻ്റെ ഓരോ ഭാഗത്തുനിന്ന് സൃഷ്ടിക്കപ്പെട്ട ആളുകൾ എന്ന നിലക്ക് അതിനനുസരിച്ചുള്ള പദവികൾ അവർക്കുണ്ട്. അവർക്ക് സ്വാഭാവികമായും അവർ ഇന്ന പദവികളാണ് ചെയ്യേണ്ടത്, അവർ ഇന്ന ജോലികളാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വ്യവസ്ഥ, ഒരു ശ്രേണീകൃതമായ വ്യവസ്ഥ ഇവിടെ നൂറ്റാണ്ടുകളായി ഇവിടെ നിലവിലുണ്ട്. ആ വ്യവസ്ഥയോടുകൂടിയാണ് ഈ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നു, കുറച്ച് കാലം വരുമ്പോൾ ഈ സ്വാതന്ത്ര്യ സമരവും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടവും അതും കഴിഞ്ഞ് പിന്നെ നമ്മളുടെ സ്വതന്ത്ര ഇന്ത്യയിലേക്കൊക്കെ എത്തുമ്പോൾ ജാതി വിവേചനം എന്ന് പറയുന്നത് ഒരു പ്രശ്നമായി സമൂഹം മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഭരണഘടനാപരമായ അതൊരു പ്രശ്നമാകുന്ന ഒരവസ്ഥയൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായി നേരത്തെ ഉണ്ടായിരുന്ന അതേ രൂപത്തിൽ ജാതി നിലനിൽക്കുന്നില്ലെങ്കിലും ഈ പറഞ്ഞ സോഷ്യൽ ക്യാപിറ്റൽ ഓരോ സമുദായത്തിനുണ്ട്. ഉദാഹരണത്തിന് മുൻപ് ഈ പറഞ്ഞ പ്രിവിലേജുകളെല്ലാം അനുഭവിച്ചു വന്ന സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു റണ്ണിങ് റേസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമുദായങ്ങൾ ഓൾറെഡി അവർക്ക് സാമൂഹികമായി കിട്ടിവരുന്ന സോഷ്യൽ ക്യാപിറ്റൽ പ്രകാരം കുറച്ച് മുന്നിൽ നിന്നുകൊണ്ടാണ് ഓട്ടാൻ തുടങ്ങുന്നത് തന്നെ. ചില പിന്നെ നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട ജാതി വിഭാഗങ്ങൾ അവർ വളരെ പിന്നിലോ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ സ്റ്റാർട്ടിങ് മാർക്കിനും വളരെ പിന്നിലാണ് അവർ ഓടി തുടങ്ങുന്നത് തന്നെ. കാരണം അവർക്ക് പതിറ്റാണ്ടുകളായി വിദ്യയും അതേപോലെ തന്നെ പഠനവും പിന്നെ ഈവൻ വേദം കേൾക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിഷിദ്ധമാക്കപ്പെട്ട, ഈവൻ ഒരു പൊതുവഴി ഉപയോഗിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള പലതരത്തിലുള്ള വിദ്യ കേൾക്കുന്നവന്റെ ചെവിയിൽ ഉരുക്കി ഒഴിക്കണം എന്ന് വരെ പറയുന്ന അത്തരത്തിലൊരു സാമൂഹിക വ്യവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ അടിസ്ഥാനം മനസ്സിലാക്കണമല്ലോ. അങ്ങനെയുള്ള ശ്രേണീകൃതമായ വ്യവസ്ഥ എന്നതാണ് നമ്മൾ പറയുന്നത്. കുറച്ച് ആൾക്കാർ ശ്രേണിയിൽ മുകളിലായിരിക്കും, ചില ആൾക്കാർ താഴെയായിരിക്കും. ഈ മുകളിലുള്ളവർക്ക് ഈ പ്രിവിലേജോടുകൂടിയാണ് അവർ ആ സമുദായം മുന്നോട്ട് പോകുന്നത്. ആ പ്രിവിലേജ് ഉള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മുന്നിൽ നിന്നാണ് അവർ റേസ് തുടങ്ങുന്നത് തന്നെ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വാഭാവികമായും സമൂഹത്തിലുള്ള നല്ല നല്ല സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടൽ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ സിംപിളി ഇപ്പോൾ ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻ എടുത്തിട്ടേ
ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെ കട്ട് കൊണ്ടുപോയ ആളുകളാണ് ബ്രിട്ടീഷുകാർ. എന്നിട്ട് അവർ ആ കട്ട് കൊണ്ടുപോയ കാര്യം വെച്ച് സമ്പന്നരായിട്ട് അല്ലെങ്കിൽ ആഫ്രിക്കയുടെ ഒക്കെ പരമാവധി റിസോഴ്സുകൾ എടുത്തിട്ട് അവർക്ക് പഠനം നിശ്ചയിച്ചിട്ട് അവരെ മൊത്തം അടിമകളാക്കിയിട്ട് അവരിങ്ങനെ പുറത്തു പോയിട്ട് പറയാണ്, ഓ ഞങ്ങൾ സിവിലൈസ്ഡ് ആണ്, ഇവർ നോക്കൂ ഇവർക്കൊരു സിവിലൈസേഷനും ഇല്ല, ഇവരെത്ര സംസ്കാരമില്ലാത്ത ആളുകളാണ്, ഇവർക്ക് സമ്പത്തില്ല. അപ്പോൾ നമ്മൾ ചോദിക്കൂലേ, ഇവരുടെ സമ്പത്ത് നിങ്ങൾ കൊണ്ടുപോയിട്ടല്ലേ, ഇവരുടെ എന്താ സംസ്കാരത്തിൻ്റെ വളർച്ചകൾ തടഞ്ഞിട്ടല്ലേ, ഇവരുടെ വിദ്യയുടെ വളർച്ചകൾ തടഞ്ഞിട്ടല്ലേ, ഇവരുടെ അടുത്ത് കട്ടിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് എത്തിയത്. രണ്ടെന്ന് പറഞ്ഞാൽ ഇവരെ നിങ്ങൾ തടഞ്ഞത് കൊണ്ടാണ് അവർ പിന്നിലായി പോയത്. ഇതുപോലെ തന്നെയാണ് ഈ ജാതീയ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ സോഷ്യലി നിലനിൽക്കുന്ന ഹയറാർക്കി ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്ന സമൂഹങ്ങളുടെയൊക്കെ അവസ്ഥ. ഒരു സമൂഹം ഒരുപാട് നാളായി, 100 കണക്കിന് വർഷങ്ങളായിട്ട് ചില സമൂഹങ്ങളെ തടഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അവരുടെ വളർച്ച ഇല്ലാതാക്കുന്നു, അവർക്ക് പഠിക്കാനുള്ള സംവിധാനത്തെ ഇല്ലാതാക്കുന്നു, അവരോട് പറഞ്ഞ് അവർ അധമരാണെന്ന ബോധ്യം അവരിൽ ഉണ്ടാക്കിയെടുക്കുന്നു, അവർക്ക് വളർച്ചക്കുള്ള എല്ലാ സാധ്യതകളും തടഞ്ഞു വെക്കുന്നു. എന്നിട്ട് പറയുന്നു നിങ്ങൾ താഴെയാണ് ഞങ്ങൾ മുകളിലാണ്. എന്താ അസംബന്ധമാണിത്? എത്ര വൃത്തികേടാണിത്? ഈ തടഞ്ഞു വെക്കുന്ന ആളുകളുടെ പിതാക്കൾ അല്ലെങ്കിൽ പരമ്പരകൾ ഇവർ തടഞ്ഞു വെച്ചത് കൊണ്ട് എത്ര മനുഷ്യരുടെ ജീവിതമാണ് ഇല്ലാതായിട്ടുള്ളത്? എത്ര മനുഷ്യരാണ് മറ്റൊരു മനുഷ്യനെ തൊടുന്നതിനെ ഭയന്നുകൊണ്ട് വഴിമാറി നടന്നിട്ടുള്ളത്? മറ്റൊരു മനുഷ്യനെ ഇഷ്ടപ്പെടില്ല എന്നുള്ളതുകൊണ്ട് എത്ര മനുഷ്യരാണ് ഭക്ഷണം കഴിക്കാതിട്ടുള്ളത്? മറ്റൊരു മനുഷ്യനെ ഇഷ്ടപ്പെടാൻ വേണ്ടി എത്ര മനുഷ്യരാണ് തങ്ങളുടെ ഉടുതുണി അഴിക്കാൻ നിർബന്ധിതരായിട്ടുള്ളത്? ഭക്ഷണം കൊടുത്ത്, അതായത് കുഴി ഇല്ലാതെ കൊടുത്താൽ ഒരു പ്രത്യേക ഒരു പണി എടുക്കേണ്ട ആവശ്യമില്ല, ഇല്ലാതെ കൊടുത്താൽ കുഴപ്പമാവാതിരുന്ന അവസ്ഥയിൽ, ഒരു ഇലയിൽ കൊടുത്താൽ പ്രയാസമില്ലാത്തൊരവസ്ഥയിൽ എത്രത്തോളം വൃത്തിയായിട്ട രീതിയിൽ, എത്രത്തോളം മോശമായ രീതിയിലാണ് ഭക്ഷണം പോലും കൊടുത്തിരുന്നത്. ഇന്നും അത്തരം സമ്പ്രദായങ്ങൾ തുടരുന്ന അവസ്ഥകൾ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചില സമൂഹങ്ങളെ പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിച്ച് അനാവശ്യമായ ഒരു മനുഷ്യൻ്റെ ജീവിത സംബന്ധിയായിട്ടുള്ള വിഷയമല്ലാത്ത രീതിയിലുള്ള ചിലരുടെ വാശി, ചിലരുടെ വരേണ്യ ബോധ്യം, ഇതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിതബന്ധിയാവാത്ത ഒരു നിലയ്ക്ക് ഒരാളുടെ ജീവിതത്തിൽ കണക്ട് ചെയ്ത് അയാൾ ചിന്തിക്കാണ്ടാത്ത പരിഗണിക്കാണ്ടാത്ത ആ വിഷയങ്ങളിൽ ചുറ്റി പിണഞ്ഞ് കടന്ന് ബുദ്ധിമുട്ടി നരകിച്ച് ജീവിച്ച വലിയൊരു തലമുറ അവിടെ കിടക്കുന്നുണ്ട്. ആ തലമുറയുടെ മക്കൾ സ്വാഭാവികമായിട്ടും പല രീതിയിൽ പിന്നിലായി പോകുന്നുണ്ടാവും. അതിനാണല്ലോ ഈ സംവരണമൊക്കെ, അതിലേക്ക് ഇനി കിടക്കുന്നില്ല. ഇത് ഇവർ പറയുമ്പം പൊതുവെ ഈ ജാതി വിഷയം പറയുമ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കൗണ്ടറാണ്, അത് പണ്ടല്ലേ, അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പല്ലേ ജാതി വിവേചനം, ഇന്ന് ജാതി വിവേചനം ഇല്ലല്ലോ എന്നൊരു കാര്യം പറയാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ഈ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ നേരെ ഇപ്പം ജാതി വിവേചനം ഇല്ല, ഇപ്പം നിങ്ങൾക്ക് എക്സാം എഴുതിയിട്ടോ PSC എഴുതി നിർത്തോ അല്ലെങ്കിൽ എൻട്രൻസ് എഴുതി നിർത്തോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പം എന്തിനാ റിസർവേഷൻ, ഇപ്പം തരത്തിലുള്ള പരിഗണനകൾ എന്തിനാണ്, അല്ലെങ്കിൽ ഇപ്പം ഈ വിഷയം പറയേണ്ട അവസ്ഥ എന്താണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സോഷ്യൽ ക്യാപിറ്റൽ എന്നുള്ളത് അവിടെയാണ് പ്രധാനമാകുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഉപ്പാപ്പ മുതൽ എന്തുണ്ട്, ഈ പറഞ്ഞ അധ്യാപകരാണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥത്തിലുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഗുണം എനിക്കുണ്ട്. അതായത് എൻ്റെ ഉപ്പാപ്പ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, എൻ്റെ ഉമ്മയും ഉപ്പയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അതിൻ്റേതായ ആ പ്രിവിലേജിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. എന്നാൽ ഇപ്പോൾ സമതിൻ്റെ ഫോർ എക്സാമ്പിൾ സമതിൻ്റെ ഉപ്പയും ഉമ്മയും പോലും ഫോർ എക്സാമ്പിൾ അങ്ങനെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ആ നിലക്കുള്ള ഉദ്യോഗസ്ഥരോ ഒന്നല്ല വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സമതിനെ സംബന്ധിച്ചിടത്തോളം സമതിന്റെ സ്റ്റാർട്ടിങ് തന്നെ വളരെ വൈകിട്ടാണ്. കാരണം എന്താണ് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസ് അതിൽ ക്രാക്ക് ചെയ്യേണ്ടതിന്റെ എങ്ങനെയാണ് അത് പോസിബിൾ ആവുക, അതിന്റെ എൻവയോൺമെന്റ് എന്നാണ്, അതൊന്നും ഇല്ലാതാണ് സമത തുടങ്ങുന്നത്. ഇതൊന്നും അറിയാത്ത പ്രതലത്തിൽ നിന്ന് ഇത് അറിയാനുള്ള ഒരു കാലതാമസം എനിക്ക് തുടങ്ങാനെടുക്കും. ചിത്രപരമായി ഇങ്ങനെ ഈ തലമുറകൾ കൊണ്ട് ഓൾറെഡി നമുക്ക് ഇത്തരത്തിലുള്ള പ്രിവിലേജുകൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അതിനാണ് സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുക. അത് കൂടുതലുള്ളവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഈ പറഞ്ഞ സ്ഥാനങ്ങളിലെത്തുക അല്ലെങ്കിൽ നല്ല നല്ല അവസ്ഥകളിലേക്ക് എത്തുക എന്നുള്ളത്. അല്ലാതെ എൻ്റെ ബുദ്ധിയല്ല എനിക്ക് കൂടുതൽ കോമ്പറ്റീറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്, സമതിൻ്റെ ബുദ്ധി കുറവുമല്ല അത് ക്രാക്ക് ചെയ്യുന്നത് കുറയുന്നത്. അതവിടെ എനിക്ക് ആ പറഞ്ഞ ഫേവറബിൾ ഫാക്ടേഴ്സ് കുറേ ഉണ്ട്, സോഷ്യലി ഫേവറബിൾ ഫാക്ടേഴ്സ് ഉണ്ട്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ലേ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായാൽ ഈ പറഞ്ഞ സമൂഹം ആ ജാതി വിവേചനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിലൂടെ കടന്നു പോയ ഒരു സമൂഹമാണിത്. ആ സമൂഹത്തിന് അത്രയേ ഉണ്ടാവുള്ളൂ പ്രിവിലേജ്. ഇപ്പുറത്തെ സമൂഹത്തിന് ഒരുപാട് പ്രിവിലേജുകളുണ്ട്. അതുകൊണ്ടാണ് അവർ മുന്നിലേക്ക് വരുന്നത്. ആ പറഞ്ഞ ശ്രേണിയെ പരമാവധി ലഘൂകരിക്കാൻ വേണ്ടിയാണ് കറക്റ്റീവ് മെഷേഴ്സ്. അതാണ് ഈ പറഞ്ഞ സംവരണം പോലെയുള്ള കാര്യങ്ങൾ എന്നുള്ളത്. ഇതിപ്പോൾ സിമ്പിളായിട്ടൊരു കാര്യം വെച്ചാൽ മതി. നമ്മളിപ്പോൾ ഈവൻ ഒരു IAS എക്സാം ഒരു ദളിതായിട്ടുള്ള ഒരാൾ ക്രാക്ക് ചെയ്തെന്ന് വിചാരിച്ചോ, നമുക്കിപ്പോഴത് ന്യൂസാണ്, നമുക്കിപ്പോഴത് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമായിട്ട് മാറുന്നു? അവരും നമ്മളും ബയോളജിക്കലി ഒരു ഡിഫറൻസും ഇല്ല എന്നിരിക്കെ തന്നെ
ഒരു നിലക്കും അവർ വ്യത്യസ്തരല്ല. ഇന്ന് അവരെ ആരും മാറ്റി നിർത്തില്ല. അതൊക്കെ മാറ്റി നിർത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ജാതിമുക്തമല്ല കേരളം. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അങ്ങനെ ഉണ്ട്, സംവിധാനങ്ങളുണ്ട്, സിസ്റ്റങ്ങളുണ്ട്, ഒക്കെ വേറെ കാര്യം. ഇനി ഇല്ല എന്ന് പറയപ്പെടുന്ന സാധനങ്ങൾ മാത്രം പരിഗണിക്കാം. അവരെ ഒരു നിലക്കും മാറ്റി നിർത്തുന്നില്ല. അവർക്ക് സ്കൂളുകളിലോ കോളേജുകളിലോ ജോലി സംവിധാനങ്ങളിലോ ഒന്നും കഴിവുണ്ടെങ്കിൽ ആരും പരിഗണിക്കുന്ന സംവിധാനമാണ് എന്ന അവസ്ഥയിലായിട്ട് പോലും എന്തുകൊണ്ട് അവർക്കൊരു നേട്ടം കിട്ടുമ്പോൾ നമ്മളൊരു പ്രത്യേകം സെലിബ്രേറ്റ് ചെയ്യുന്നു? ബിക്കോസ് അവർ പ്രപ്പോർഷണലി ആനുപാതികമായി മുന്നോട്ടെത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അത് എത്തുന്നത് വരെ മതി റിസർവേഷൻ എത്തുന്നത് വരെ അവരെ പ്രത്യേകം മുന്നിലേക്ക് കൊണ്ടുവരാൻ റിസർവേഷൻ വേണമെന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത് പ്രത്യേകം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്നു, പ്രത്യേകം മുന്നിലേക്ക് എത്തിക്കേണ്ടി വരുന്നു? പ്രത്യേകം അവർ അടിച്ചമർത്തപ്പെട്ടൊരു കാലമുണ്ടായിരുന്നു, പ്രത്യേകം അവരെ മാറ്റി നിർത്തപ്പെട്ടൊരു കാലമുണ്ടായിരുന്നു. അവർക്ക് ഈ മുന്നിലേക്കുള്ള വരവിനെ അസാധ്യമാക്കാൻ, അതിനെ പ്രത്യേകം എഫേർട്ട് എടുത്തുകൊണ്ട് തടയാൻ ചിലർ അവിടെ മുന്നേ ഇരുന്നിരുന്നു. ആ ഫാക്ടേഴ്സ് ഇപ്പോഴും അവരെ സഹായിക്കുന്നുണ്ട്, ആ നിലക്ക് പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു സാമൂഹിക അവസ്ഥയാണ് നമുക്കുള്ളത് എന്നുള്ളതാണ്. അതായത് നൂറ്റാണ്ടുകൾ കൊണ്ടുണ്ടായൊരു സംവിധാനമാണിത്. അതിന് ഈ ഒരു ചെറിയൊരു സമയം കൊണ്ടൊന്നും തീരാ കംപ്ലീറ്റ്ലി ഇല്ലാതാവൂല. ജാതി ഇല്ലാതായിട്ടില്ല സമൂഹത്തിൽ. ജാതിയുടെ പേരിലുള്ള നിയമപരമായി അതിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ളതല്ലാതെ ജാതി ഇപ്പോഴും ഉണ്ട്. ജാതിപരമായ ആ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കറക്റ്റ് മെഷേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവർക്കും ഒരേ തലച്ചോറാണ്, അല്ലെങ്കിൽ ഏകദേശം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ചിന്തിക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ. എല്ലാവരും മനുഷ്യന്മാർ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് ചിലർ മുന്നിൽ വരുന്നു, ചിലർ പിന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, അത് നമുക്ക് ബയോളജിയിൽ തിരഞ്ഞാൽ കിട്ടില്ല. മറിച്ച് അത് സാമൂഹികമായി സൃഷ്ടിച്ചെടുക്കപ്പെട്ട ഒരു അസമത്വമാണ്. അവിടെയാണ് കറക്റ്റീവ് മെഷേഴ്സ് വരുന്നത്. ഇത് നമുക്ക് ഇപ്പം അമേരിക്കയിലൊക്കെ ബ്ലാക്സിന് വേണ്ടിയുള്ള റിസർവേഷൻസിൽ ഇതേ കാര്യം കാണാൻ പറ്റും. ബ്ലാക്സ് അവിടെ കുറേ ആൾക്കാർ, വംശീയവാദികൾ അത് പറഞ്ഞിരുന്നു, ബ്ലാക്സിന് ബുദ്ധിയില്ലാത്തതല്ല സംഭവം. ബ്ലാക്സും വൈറ്റ്സും മനുഷ്യന്മാർ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ ബ്ലാക്സിനെ ചരിത്രപരമായി തന്നെ അടിച്ചമർത്തി അവർക്ക് മുന്നിൽ വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ടാണ് പിന്നെ അവർ പതിയെ കൊണ്ടുവരാനുള്ളൊരു മെഷേഴ്സാണ് ഈ പറഞ്ഞ അഫർമേറ്റീവ് ആക്ഷൻസ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. അങ്ങനെ ചരിത്രപരമായി തന്നെ ഇത്തരം ക്രൂരതകളിലൂടെ നേടിയെടുത്ത ഒരു പ്രിവിലേജ് വെച്ചിട്ട് പറയണം, കണ്ടോ ഞങ്ങൾ മുന്നിലാണ്, ഞങ്ങൾ അത് ഞങ്ങളുടെ കഴിവാണ്, ഞങ്ങളുടെ ബുദ്ധിന്റെ പ്രശ്നമാണ്, അല്ല ബുദ്ധിന്റെ വർഗം അങ്ങനെയാണെന്നൊക്കെ പറയുന്നത് ഒരു മിനിമൽ ഇത് പറയുകയാണെങ്കിൽ വംശീയവാദമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതേ കാര്യം തന്നെയാണ് ഈ ജൂതന്മാർ. ഇത് സെയിം വേവ് ലെങ്ത്തിലാണ് ആ സാധനം പോകുന്നത്. അതായത് ചില ആൾക്കാർ പറയും ഈ ജൂതന്മാരെ എന്ത് ചെയ്യാൻ പറ്റൂല, അവരെ ഒന്നും ചെയ്യാൻ പറ്റൂല, അവർ സംഭവമാണ് ഇതാണ്. ഇതേ ആൾക്കാർ തന്നെ വേറെ സമയത്ത് പറയുന്നത് ജൂതന്മാരെ നിങ്ങൾക്കറിയോ, അവര് ജർമ്മനിയിൽ ചൂഷണം ചെയ്യപ്പെട്ടു, ജർമ്മനിയിൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അവര് പിന്നെ അടിച്ചോടിക്കപ്പെട്ടു, അവര് ഒന്നുമില്ലാത്തവരായി നടക്കുന്നത്. അപ്പൊ ഈ ചരിത്രമൊക്കെ ഇവർ പറയും. എന്നിട്ട് അതേസമയം ഇവർ പറയും ജൂതന്മാരെ കണ്ടോ, അവര് തലച്ചോറ് വേറെയാണ്. അപ്പോൾ എന്താ ഈ കഴിഞ്ഞ 1900 വരെ ഹിറ്റ്ലർ കൊല്ലുമ്പോൾ തലച്ചോറില്ലായിരുന്നു. അപ്പോൾ ഇതെന്താ സംഭവം? അത് കൃത്യമായൊരു പ്ലാൻഡ് പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണ്. ആ പ്ലാനിങ് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ കുറെ ആളുകൾ ചതിച്ചുകൊണ്ടും വംശഹത്യ ചെയ്തുകൊണ്ടൊക്കെ ഈ പറഞ്ഞ ഫലസ്തീനിൽ അവർ ചതിക്കാനും വംശഹത്യക്കും ദ്രോഹത്തിനും കളക്റ്റീവായിട്ടുള്ള ആക്ഷനും വേണ്ടി ഇത്ര എണ്ണം ആളുകൾ, ഇപ്പോൾ ജൂതന്മാരുടെ വിഷയത്തിൽ വർക്ക് ചെയ്യുക അത്രയും എണ്ണം ആളുകൾ അപ്പുറത്ത് വേറെ ഏതെങ്കിലും മതത്തിനും വിഭാഗത്തിനും വർക്ക് ചെയ്യുകയാണെങ്കിൽ, അവർക്ക് ഇങ്ങനെ സാഹചര്യങ്ങൾ ഫേവറായിട്ട് വരുന്നുണ്ടെങ്കിൽ, ഇത്തരം സ്വാധീനങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് അവിടെ നടക്കും. അത്രേ ഉള്ളൂ. ഇനി ഈ പ്രൊജക്റ്റിന് താല്പര്യപ്പെടുന്ന കുറേ ആളുകൾ ലോകത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു പ്രത്യേക പ്രൊജക്റ്റ് കൊണ്ട് മറ്റു ചിലരെ നശിപ്പിക്കാൻ, ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകം കൊടുക്കാൻ ആഗ്രഹമുള്ള കുറേ ഭരണാധികാരികളോ കുറേ രാജ്യങ്ങളോ ലോകത്തുണ്ട് എന്നതിനർത്ഥം ഇവരുടെ ബ്രെയിൻ അടിപൊളിയാണെന്നാണോ, അല്ലെങ്കിൽ ഇവിടെ എന്തൊരു പ്രത്യേക വർഗ്ഗമാണെന്നാണോ? ഒരിക്കലും അല്ല. അത് ഫലസ്തീനിൽ ഇവരെന്താ ചെയ്തെന്ന് ആലോചിച്ചാൽ മതി. അതായത് ഈ പറഞ്ഞ പോലെ 1900 മുതൽ തന്നെ പിന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫലസ്തീനിലേക്ക് വരുന്നു, പിന്നെ സ്ഥലം വാങ്ങിക്കൂട്ടുന്നു. അവസാനം കുറച്ച് സ്ഥലങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരെന്താ ചെയ്തത്, ഹെഗാന, ഇർഗുൻ എന്നൊക്കെ പറഞ്ഞ്, സ്റ്റേൺ ഗ്യാങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള, നിങ്ങൾക്ക് ഇപ്പോൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും, തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കുകയാണ്. തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കി തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ബോംബ് പൊട്ടിക്കുന്നു, ആളുകളെ കൊല്ലുന്നു. ഏതുവരെയും ചോദിച്ചാൽ ഈ പറഞ്ഞ പിന്നെ റിവേഴ്സിൽ എന്ത് ചെയ്തു, വിഷം കലക്കിക്കൊണ്ട്, അതായത് കുടിവെള്ളത്തിൽ വിഷം കലക്കിക്കൊണ്ട് ആളുകളെ കൊല്ലുകയാണ്. അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുക. അങ്ങനെ തദ്ദേശീയരായ ഫലസ്തീനികൾ അവർ അക്രമം ഭയന്നുകൊണ്ട് ഈ പറഞ്ഞ വെള്ളവും അതേപോലെ തന്നെ അവരുടെ കൃഷിയിടങ്ങളുമെല്ലാം നശിപ്പിക്കപ്പെട്ടതിൻ്റെ പേരിൽ, അവിടെ കൃഷി നടക്കില്ല എന്നുള്ളതിൻ്റെ പേരിൽ, വിഷം പിന്നെ നിറച്ചു എന്നുള്ളതിൻ്റെ പേരിലൊക്കെ അവരെന്ത് ചെയ്യാണ്ട് ഓടിപ്പോകേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാവുകയാണ്. ഇങ്ങനെ ക്രൂരതകൾ ചെയ്ത് വീണ്ടും അങ്ങനെ പിന്നെ സൈനികമായി ആയുധങ്ങൾ പല സ്ഥലങ്ങളിലായി പല രൂപത്തിലെത്തിയിട്ട് അങ്ങനെ ആയുധങ്ങൾ കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെ അടിച്ചമർത്തിക്കൊണ്ട് അവരുടെ കിടപ്പാടങ്ങളിൽ നിന്നും അവരെ ആട്ടി ഓടിച്ചുകൊണ്ട് ആ ഒരു പ്രദേശം അവർ
അവർ പിടിച്ചെടുക്കുന്നു. ഇത് ഒരു സ്റ്റേജ് 1. എന്നിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്? പിന്നെ നമ്മൾ കാണുന്നത് ലോക പോലീസ് എന്നറിയപ്പെടുന്ന ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി അമേരിക്ക ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ഈ വംശീയ രാഷ്ട്രത്തെ അഡോപ്റ്റ് ചെയ്യുകയാണ്. അതിന് അവരുടെ വിശ്വാസപരമായ കുറേ കാരണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ യേശുവിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇവിടെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെ കുറച്ച് പരിപാടികൾ. അപ്പോൾ എന്തായാലും കാരണങ്ങളിലേക്കല്ല നമ്മൾ പോകുന്നത്, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നോക്കാം. അങ്ങനെ അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി ഇസ്രയേലിനെ അഡോപ്റ്റ് ചെയ്യാൻ അവരുടെ ഒരു 51st സ്റ്റേറ്റ് പോലെ അമേരിക്കയെ ആക്രമിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് ഇസ്രായേലിനെ ആക്രമിച്ചാൽ അമേരിക്ക അതിനെ ബോധേഡാവുക. ആ നിലക്ക് അമേരിക്കയുടെ തണലിലാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് ഇസ്രായേൽ പിന്നെ ബാക്കിയുള്ള എല്ലാ ക്രൂരതകളും ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന ഗാസയിലുള്ള വംശഹത്യ അടക്കം അമേരിക്കയുടെ ഈ പറഞ്ഞ പിന്നെ ആയുധപരമായിട്ടുള്ള സപ്പോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഇത് പോസിബിൾ ആകില്ലായിരുന്നു. അപ്പം ലബനാനിലാകട്ടെ എല്ലായിടത്തും ഒരു ക്രൂരതകൾ ചെയ്യുന്നതിൻ്റെ ഇതിലാണ് ഈ അമേരിക്കൻ്റെ പ്രൊട്ടക്ഷൻ്റെ അടിയിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ആളുകളെ കൊല്ലുന്നു, അവരുടെ വീടുകളിൽ നിന്ന് ഓടിക്കുന്നു, വംശഹത്യ ചെയ്യുന്നു. ഇതൊക്കെ ഇവർ ചെയ്യുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഒന്ന്, ഇവർക്ക് നല്ല ക്രൂരത ഉണ്ട്, ക്രൂരത ചെയ്യാനുള്ള ഒരു മനക്കെട്ടിയുണ്ട്. എന്നുവെച്ചാൽ പൊതുവെ ആളുകൾക്ക് അത് അത്രത്തോളം പറ്റൂല. അതിപ്പോൾ എനിക്കൊരാളെ അടിക്കാനുള്ള കഴിവും എനിക്ക് അടിക്കാനുള്ള ദയയില്ലായ്മയും ഇത് രണ്ടാണ്. ഇപ്പോൾ കഴിവ് ഒരു പക്ഷേ എല്ലാവർക്കും ഉണ്ടാവാം, ഈ ദയയില്ലായ്മ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഒരു മനുഷ്യൻ മറ്റൊരാളെ ദ്രോഹിക്കുന്നു പറഞ്ഞാൽ ഒരു കഴിവല്ല. ആ ദ്രോഹിക്കാനുള്ള കഴിവുള്ള പല മനുഷ്യരും അവർക്കുള്ള എന്താ പറയുക ദയയുണ്ട്, ക്ഷമയുണ്ട്, അത് ചെയ്യാതിരിക്കാനുള്ള മാന്യതയുണ്ട് എന്നൊരു കഴിവുകൊണ്ടാണ് അത് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഇതെന്തോ ഒരു സ്പെഷ്യൽ സാധനമല്ല. ഇവർക്ക് ഈ മനക്കട്ടിയുണ്ട്, ഈ തിന്മ ചെയ്യാൻ, ക്രൂരത ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് ഉണ്ട് എന്നുള്ളത് ഒരിക്കലും പിന്നെ പറഞ്ഞ അമേരിക്കയുടെ പിന്നെ വംശീയതക്കും അല്ലെങ്കിൽ വംശഹത്യക്കും ഉള്ള സപ്പോർട്ട്, അതും ബ്രെയിൻ്റെ പവർ അല്ല, അത് അല്ലെങ്കിൽ വർഗത്തിന്റെ പവർ അല്ല, അത് അവരുടെ ആ പൊളിറ്റിക്കലായി അവരെന്ത് ചെയ്തു. എങ്ങനെ അത് പോസിബിൾ ആയത്? AI പാക്കിനെ കുറിച്ചൊക്കെ ഒന്ന് നോക്കിയാൽ മതി. എന്നുവെച്ചാൽ കോടികളാണ് എന്ത് ചെയ്യുന്നത് ഓരോ അമേരിക്കൻ രാഷ്ട്രീയക്കാരനെയും വില കൊടുത്ത് വാങ്ങാൻ ഈ ഇസ്രായേൽ ലോബികൾ, പ്രത്യേകിച്ച് ഔദ്യോഗികമായി ഇസ്രായേൽ ലോബികൾ അമേരിക്കയിലുണ്ട്. ഓരോ പിന്നെ പൊളിറ്റീഷ്യനെ എന്ത് ചെയ്യും, കോടികൾ കൊടുത്തുകൊണ്ടാണ്, കോടിക്കണക്കിന് ഡോളറുകൾ കൊടുത്തുകൊണ്ടാണ് ഇവർ വാങ്ങുന്നത്. അങ്ങനെ വാങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർക്ക് അനുകൂലമായ പ്രമേയങ്ങൾ പാസ്സാക്കുന്നതും ആയുധങ്ങൾ എത്തിക്കുന്നതും ചെയ്യുന്നത്. അപ്പോൾ ഇത് പൈസ അല്ലേ, നല്ല രൂപത്തിൽ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ ഏത് വഴിയിലൂടെ എന്നുള്ള വേറൊരു വിഷയം. ആയുധ കച്ചവടവും മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ പോൺ ഇൻഡസ്ട്രി അടക്കം അതിൻ്റെയൊക്കെ പ്രധാന ആളുകൾ ഈ പറഞ്ഞ പരിപാടികൾ ചെയ്യുന്ന ആൾക്കാർ തന്നെ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഇവിടെ സംഭവിച്ചത്, അല്ലാതെ ഇവരുടെ ബ്രെയിനിൻ്റെ പവർ അല്ല അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് നേടിയെടുത്ത കുറച്ച് നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ വെച്ചിട്ട് പറയണം, കണ്ടോ ജൂതന്മാരെ തകർക്കാൻ ആർക്കുമില്ല. ഇത് സെയിം സാധനം തന്നെ ഈ മൊസാദിൻ്റെ കുറേ ആക്രമങ്ങൾ. മൊസാദ് വിവിധ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ, ഇറാനിൽ, അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ, UAE, സൗദി അറേബ്യയിൽ, ബഹ്റൈനിൽ, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലായി നടത്തിയിട്ടുള്ള പല ഓപ്പറേഷൻസ് ഭയങ്കര സംഭവമായിട്ടാണ് പറയുക. ഇതേ കാര്യം എങ്ങാനും ഏതെങ്കിലും തീവ്രവാദ സംഘടനയാണ് ചെയ്തെങ്കിലോ നമ്മളിങ്ങനെ പറയുമോ? അതായത് എന്താ ചെയ്ത് അവർ പിന്നെ ഈ രാജ്യത്തെ കബളിപ്പിടിച്ചുകൊണ്ട് അത്രമേൽ ആസൂത്രിതമായി ചില ആൾക്കാരെ കൊല്ലുക, ഇതാണ് സംഭവിക്കുന്നത്. കുറച്ച് ആൾക്കാരെ കൊല്ലുക, അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ബോംബാക്രമണങ്ങൾ നടത്തുക. ഇത് മൊസാദ് ചെയ്യുമ്പോൾ എന്താണ് ഭയങ്കര ഹീറോയിസം. അതേ സംഭവം ഏതെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് ഏതെങ്കിലും പാകിസ്ഥാൻ തീവ്രവാദി വന്നിട്ട് ചെയ്താൽ നമ്മൾ അത് ആ ഹീറോയിസം, അയാൾ കടന്നു വന്നത് എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട്, എത്രത്തോളം കൂർമ്മമായിട്ടുള്ള ബുദ്ധിയാണ് ആലോചിക്കില്ല നമ്മള്. തീവ്രവാദി എന്തൊരു വൃത്തികേടാണ് ചെയ്തത്. കാരണം ഒരു നാട്ടിൽ വന്നിട്ട് ആ നാടിന്റെ പിന്നെ പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ട് അതിനെ വില വെക്കാതെ ആളുകളെ കൊല്ലുക എന്നുള്ളതേ നമ്മൾ വിചാരിക്കുള്ളൂ. പക്ഷെ മൊസാദിന്റെ വിഷയത്തിലാകുമ്പോൾ എന്തൊരു ബുദ്ധി, എന്തൊരു കൂർമ്മ ബുദ്ധി എന്നാണ് നമ്മൾ ഇതാണ് സംഭവം. ഒന്നെന്ന് വെച്ചാൽ ഈ വംശീയതയാണ് ഇതിന്റെ അടിസ്ഥാനം. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ നായർ എന്നൊക്കെ പറഞ്ഞ് ഈ ഉന്നത ജാതിക്കാർ എന്ന് പറയുന്ന ആൾക്കാരുടെ വിഷയത്തിലും ഈ ജൂതന്മാരുടെ വിഷയത്തിലൊക്കെ ഇവർ എന്തോ ഭയങ്കര സംഭവമാണ്. ഇവർ ഇങ്ങനെ മനുഷ്യന്മാർ എന്ന് പറയുന്ന തന്നെ ശ്രേണീകൃതമാണ്. മനുഷ്യന്മാർ തന്നെ ഒരേ ഒരു വർഗമല്ല, അതിൽ ചില ഉന്നതരുണ്ട്, ചില അധമരുണ്ട് എന്ന ഒരു ചിന്തയാണ് അടിസ്ഥാനപരമായി ഈ പറഞ്ഞ കമൻറ്റുകളുടെ എല്ലാം അടിസ്ഥാനം. ആ ചിന്ത മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എല്ലാവരും മനുഷ്യന്മാരാണ്, തുല്യരാണ്. ചിലർക്ക് ചിലരേക്കാൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ ചരിത്രപരമായി ഈ സമുദായങ്ങൾ മറ്റുള്ളവരെ അടിച്ചമർത്തിയത് കൊണ്ടോ, അല്ലെങ്കിൽ ഇവർക്ക് പിന്നെ എന്താ പറയുക ഒരു തരത്തിലുള്ള മനസാക്ഷി കുത്തുമില്ലാതെ ക്രൂരതകൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും മാത്രമാണ്. അല്ലെങ്കിൽ പല സാഹചര്യങ്ങളും പല പൊളിറ്റിക്കലായിട്ടുള്ള സാഹചര്യങ്ങൾ വരികയും ചെയ്യുന്നതാണ്. ഇതേ കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ 2026 ജൂതന്മാരെ കുറിച്ച് സംസാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിലാണെങ്കിൽ ജൂതന്മാരുടെ ബുദ്ധിയില്ലായ്മയെ കുറിച്ചാണ് അങ്ങനെ സംസാരിക്കുക. ജൂതന്മാരെ കണ്ടോ അങ്ങനെ ഒരു വർഗം, അത് ഹിറ്റ്ലർ പറഞ്ഞിട്ടുണ്ട്.
ഹിറ്റ്ലർ പറഞ്ഞത് ആര്യവർഗം എന്ന് പറയുന്നത് അവർ ഉന്നതരും ജൂതന്മാര് ഹിറ്റ്ലറിന്റെ ന്യായം ഇതേ ന്യായമായിരുന്നു. ജൂതന്മാർക്ക് ബുദ്ധി ഇല്ലാന്നായിരുന്നു. ജൂതന്മാര് മോശക്കാരാണ്, അവരോട് ജീവിക്കാൻ അർഹരായിട്ടുള്ള ആളുകളല്ല, ഞങ്ങൾ ആര്യന്മാർ ഉഷാറാണ്, അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇവരെ തുരത്തി ഓടിക്കണം, ഇവരെ ഇല്ലാതെയാക്കണം എന്നുള്ളതാണ് ഹിറ്റ്ലറിന്റെ ഹോളോകോസ്റ്റ് ന്യായം. ഹിറ്റ്ലർ ജൂതന്മാരെ മാത്രമല്ല, ഹിറ്റ്ലർ പിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ജൂതന്മാരെയും വികലാംഗരെയുമാണ്. വികലാംഗരും ഈ പറഞ്ഞ സമൂഹത്തിന്റെ നല്ലതിന് പിന്നെ കുറച്ച് വിഘാതമാണ്, അതുകൊണ്ട് അവരെ ഇല്ലാതാക്കണം എന്നാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇനി നോക്കുക, കുറച്ചും കൂടി നൂറ്റാണ്ടുകൾ മുന്നോട്ട് പോയാൽ ലോകം മൊത്തം ഇസ്ലാം ഭരിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. സ്പെയിന് വരെ, സ്പെയിന് മുതൽ ഈ പറഞ്ഞ പിന്നെ ഇന്ത്യയുടെ ഭാഗങ്ങൾ വരേക്കും ഇസ്ലാമിക സംസ്കാരം അത്രമേൽ വ്യാപിച്ച് സയൻസും അതേപോലെ തന്നെ ടെക്നോളജിയും സാഹിത്യവും എല്ലാം അത്രമേൽ വിപുലമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം മുസ്ലിങ്ങൾ കണ്ടോ, മുസ്ലിങ്ങളുടെ ബുദ്ധി, മുസ്ലിങ്ങളുടെ തലച്ചോർന്ന് പറയോ? ഇല്ല. അതെന്താ വെച്ചാൽ ആ സാഹചര്യങ്ങൾ അതിന് അനുകൂലമായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ വംശീയ മനസ്സ് ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. അതിന് ഈ പറഞ്ഞ ഫിസിയോളജിക്കലായിട്ടുള്ള ചികിത്സ ആയിരിക്കില്ല വേണ്ടത്, ഈ പറഞ്ഞ രൂപത്തിൽ കുറച്ചുകൂടി ആശയപരമായ ചികിത്സ ആയിരിക്കും വേണ്ടത്. എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, അല്ലേ? ഇസ്ലാം പഠിപ്പിക്കുന്നത് പോലെ എല്ലാ ബനി ആദമിൻ്റെ മക്കളെല്ലാം പിന്നെ ഒരു നിലക്ക് പിന്നെ എന്താ പറയുക, ബഹുമാനം അർഹിക്കുന്ന ആളുകളാണ്, ആദരിക്കപ്പെട്ടവരാണ്. എല്ലാവരും, അത് കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ, ഉന്നത ജാതൻ താഴ്ന്ന ജാതൻ എന്നൊക്കെ പറയുന്ന ആരാണെങ്കിലും അവരെല്ലാവരും പടച്ചവന്റെ മുമ്പിൽ സെയിമാണ്. അത് വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ അറബിക്ക് അനറബിയേക്കാളോ അനറബിക്കാളോ ആർക്കും ഒരു ശ്രേഷ്ഠതയുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു മാനവികതയിലേക്കാണ് നമ്മൾ വരേണ്ടത്, ആ പ്രതലത്തിലേക്ക് വരിക. യഥാർത്ഥത്തിൽ നമ്മൾ ചരിത്രപരമായി എന്തുകൊണ്ട് ഈ ഹൈന്ദവ മതത്തിലുള്ള ഈ ജാതി വിവേചനങ്ങളൊക്കെ സഹിക്കാൻ പറ്റാതെ പല ആളുകളും ഇസ്ലാമിലേക്കടക്കം ഇസ്ലാമിലേക്കും ക്രൈസ്തവതയിലേക്കും കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് കൺവേർട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ പ്രതലം ആണ് അടിസ്ഥാനം. അതായത് എല്ലാവരും മനുഷ്യരാണ് എന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഇവിടെ ചില ഇപ്പോൾ ഇത് ഇവരുടെ ജാതീയമായ പ്രശ്നമായിരിക്കും. അപ്പോൾ ഈ കീഴ് ജാതിക്കാർ എന്ന് പറയുന്ന ആൾക്കാരുടെ ജാതീയമായ പ്രശ്നമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അവർ ഇത്തരത്തിൽ ക്രൈസ്തവതയിലേക്കോ ഇസ്ലാമിലേക്കോ മാറിയപ്പോൾ ആ പ്രശ്നം അവിടെ റിഫ്ലക്റ്റ് ചെയ്യാത്തത്? എനിക്ക് എത്ര മുസ്ലിങ്ങളെ നോക്കിയിട്ട് ഇവൻ ഈഴവ മുസ്ലിം അല്ലല്ലേ, ഇവൻ പണ്ട് ഏതോ ഒരു ഈഴവനായിട്ടുള്ള ആൾ മാറിയതല്ലേ, അല്ലെങ്കിൽ ഇവനൊരു നായർ മാറിയതല്ലേ എന്ന് എത്ര മുസ്ലിങ്ങൾ നോക്കി മനസ്സിലാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ ക്രൈസ്തവതയിൽ അങ്ങനെ വിവേചനങ്ങൾ കാണിക്കുന്ന സ്ഥലങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. അത്തരത്തിൽ കാണിക്കപ്പെടാത്ത ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു ക്രൈസ്തവനെ ഒരു മുസ്ലിമിനെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ ഏത് ജാതി എന്നാന്ന് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അവർ തമ്മിൽ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടാണ്. അതും സ്വാഭാവികമായിട്ടും ഒരുപാട് തരത്തിൽ ഇൻ്റർ മാരേജുകൾ ഒരുപാട് എന്താ പറയുക നടക്കാത്ത സാഹചര്യങ്ങളാണല്ലോ ജാതി സംവിധാനങ്ങൾ ഉണ്ടാവുക. ഇവിടെ അങ്ങനെ നടന്നിട്ടുണ്ട്. അഥവാ ഇത്തരത്തിൽ ഒരു നിലക്കും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഒരുപോലെയുള്ള ആളുകളായിട്ട് എങ്ങനെയാണ് മാറുന്നത്? വിവേചനം മാറ്റിയാൽ മതി, വേറൊന്നും ചെയ്യണ്ട. ഈ മനുഷ്യന്മാർ ഒരേ രീതിയിലാക്കാൻ, ഈ മനുഷ്യന്മാരെ ഒരേ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ വിവേചനം മാറ്റിയാൽ മതി. ആ വിവേചനം ഇല്ലാതാക്കുക എന്ന് പറയുന്ന കാര്യം, വിവേചനം മാറ്റം വേണം. പിന്നെ വളർച്ച കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം വിവേചിക്കപ്പെട്ടിരുന്ന ആളുകളെ പ്രത്യേകം എടുത്ത് മുന്നിലേക്ക് കൊണ്ടുവരും വേണം. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ, അത് നമുക്ക് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ആ നിങ്ങൾ പറയുന്ന പ്രത്യേക വർഗ്ഗങ്ങളുടെ പ്രിവിലേജും പ്രത്യേക വർഗ്ഗങ്ങളുടെ കുറവൊക്കെ ഇല്ലാതായിട്ട് മാറും. അവിടെ ഇൻവിസിബിളായിട്ട് ആയി മാറി നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഇൻവിസിബിളായിട്ട് പോകുന്നത്? അത് പ്രകൃതത്തിലുള്ള പ്രശ്നങ്ങളല്ല, വർഗത്തിൻ്റെ പ്രശ്നങ്ങളല്ല, അല്ലെങ്കിൽ വർഗത്തിൻ്റെ ഗുണങ്ങളോ പ്രകൃതത്തിൻ്റെ ഗുണങ്ങളോ ബയോളജിയുടെ ഗുണങ്ങളോ ബ്രെയിനിൻ്റെ ഗുണങ്ങളോ അല്ല. എന്തുകൊണ്ട് ആ പ്രശ്നങ്ങൾ സാമൂഹിക സാഹചര്യം ഒഴിവാക്കുമ്പോൾ പോകുന്നു, അല്ലെങ്കിൽ ആ പ്രിവിലേജുകൾ സാമൂഹിക സാഹചര്യം ഒഴിവാക്കുമ്പോൾ പോകുന്നു? ആ സാമൂഹിക സാഹചര്യങ്ങളാണ്, ആ ധാർഷ്ട്യങ്ങളും ആ പ്രത്യേക സംവിധാനങ്ങളും ആ അടിച്ചമർത്തലുകളുമാണ് പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊടുത്തതും പലർക്കും പ്രിവിലേജ് ഉണ്ടായിക്കൊടുത്തതും. അതൊഴിവാക്കിയാൽ ഈ പ്രശ്നവും കുറയും, പ്രിവിലേജും കുറയും. അഥവാ മനുഷ്യരെല്ലാം ഏകദേശം ഒരേപോലെ എന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത്. ഒരു മാനവികമായ ചിന്തയിലേക്ക് ആണ് നമ്മൾ അടിസ്ഥാനപരമായി വരേണ്ടത്. ഏത് ജാതിക്കാരോ അല്ലെങ്കിൽ നിറക്കാരോ വർഗ്ഗക്കാരോ അല്ലെങ്കിൽ രാഷ്ട്രക്കാരോ ആയിക്കോട്ടെ, എല്ലാവരും മനുഷ്യരാണ്. അടിസ്ഥാനപരമായി ആരും ആരെക്കാളും ഉന്നതരോ അധമരോ അല്ല എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് അടിസ്ഥാനം. അതിനപ്പുറത്തേക്ക് ഓരോ മനുഷ്യനെയും അവൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത് അവൻ്റെ പ്രവർത്തനങ്ങളാണ്. നന്മ ചെയ്യുന്നവർ സ്വാഭാവികമായും ഉന്നതരാണ്. പിന്നെ തിന്മ ചെയ്യുന്നവർ അവർക്ക് അതിൻ്റെ ആ തിന്മ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അവർ പിന്നെ എന്ത് ചെയ്യുന്നു, അവർ ആ മൂല്യമില്ലാത്തവരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനല്ലാതെ അതിനപ്പുറത്തേക്ക് ജന്മം കൊണ്ടൊരാളും ഉന്നതരോ അധമരോ ആകുന്നില്ല. എന്തെങ്കിലും വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അടിസ്ഥാനം. ആ രൂപത്തിലേക്ക് ചിന്തിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ.